നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എന്തായാലും മികച്ച പ്രകടനമാണ് തുടരുന്നത്. 6 റൗണ്ട് കഴിയുമ്പോൾ പുതുക്കിയ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോയിൻ്റ് പട്ടികയിൽ അവർ ലിവർപൂളിന് പുറകിൽ 2ാം സ്ഥാനത്താണ്. 5 വിജയങ്ങളുണ്ട്, 15 പോയിൻ്റുണ്ട്. ഇപ്പോൾ നോക്കുക, വമ്പന്മാരെ നേരിട്ടപ്പോഴൊക്കെ ഈ സീസണിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ലലീഗയിൽ അവർ റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് പോയി തോൽപ്പിച്ചു. ബയേൺ മ്യൂണിക്കിനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തോൽപ്പിച്ചു. ഇതാ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ മൈതാനത്ത് പോയി തോൽപ്പിച്ചിരിക്കുന്നു. ചിലരൊക്കെ ഇതിലൊരു രസകരമായ കണ്ടെത്തൽ കൂടി നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ UCLൻ്റെ 2 ഫൈനലിസ്റ്റുകളെയും, അതായത് റയലിനെയും ബൊറൂസിയ ഡോട്ട്മുണ്ടിനെയും ഈ സീസണിൽ ബാഴ്സലോണ തോൽപ്പിച്ചു കഴിഞ്ഞു എന്ന് ഹാൻസി ഫ്ലിക്ക് പറയുന്നു. ഞാൻ ഒരു അയൽവാസിയെ ബാഴ്സലോണയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തോൽപ്പിക്കണം, ഡോട്ട്മുണ്ടിനെ അവരുടെ മണ്ണിൽ പോയി തോൽപ്പിക്കണം, അത് കാണാൻ ഞാൻ അവിടെ വരുമെന്ന്. എന്തായാലും അദ്ദേഹത്തിന് സന്തോഷമായി കാണണം. ഫ്ലിക്കിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ഫ്ലിക്ക് പറയുന്നു, ഞാനൊരു നൈബറെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടു ബാഴ്സലോണയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു നല്ല മാച്ച് നിങ്ങൾക്ക് കളിക്കാൻ കഴിയട്ടെ, ഞാൻ അവിടെ ഉണ്ടാകും, എൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ അവിടെ വരും, ഡോട്ട്മുണ്ടിൽ വരും, നമ്മൾ വിജയിക്കുന്നത് കാണാനെന്ന്. അത് തന്നെ സംഭവിച്ചു. ഡോട്ട്മുണ്ടിൽ പോയി വിജയിക്കുക എന്നുള്ളത് വെരി സ്പെഷ്യലാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിജയത്തിൽ 2 ടീമിനും ഉണ്ടായിരുന്നു. കാരണം വിജയിച്ച 2ാം സ്ഥാനം ഒരു ബിഗ് സ്റ്റെപ്പാണത്. ഞങ്ങൾക്കത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ടോപ്പ് 8ൽ ഫിനിഷ് ചെയ്യണം, അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള ഡിസയർ വളരെ കൃത്യമായിട്ട് ഈ ടീം കാണിക്കുന്നുണ്ട് എന്നുകൂടി ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറയുന്നു. ഇത്തവണ ബാഴ്സലോണ UCLയിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.